ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഡാലിയ അത് വിത്തിൽ നിന്ന് അതിൻ്റെ കിഴങ്ങിൽ നിന്ന് കിളിച്ച് വന്നത് ഞാൻ ഒരു ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുകയാണേ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ട, എങ്ങനെയാണ് നടേണ്ടുള്ളതും അതിൻ്റെ പോട്ടി മിക്സ് എന്താണെന്നുള്ളതും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ വർഷം ഞാൻ അതിൻ്റെ കൊമ്പ് നട്ടിട്ട് കുറേ പൂക്കളൊക്കെ ഉണ്ടായി ഉണങ്ങിപ്പോയ ഒരു ചുവട. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം ഞാൻ നനച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിനകത്തുനിന്ന് വേറെ കിളിർപ്പുകൾ പൊട്ടിക്കിളിച്ചു. അപ്പോൾ ഇനിയിപ്പം ഞാൻ ആ ചാക്കിയിൽ നിന്ന് മാറ്റിയിട്ട് ചട്ടിയിലേക്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒത്തിരി വലിപ്പമുള്ളൊരു ചട്ടി തന്നെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് നല്ല ഹോളുള്ള ചട്ടിയായിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നു. കരിയില ഇട്ട് കൊടുക്കുന്നത് അറിയാമല്ലോ, രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, ചെടിയുടെ വെയിറ്റ് കുറയാനും. ചെടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടി നമ്മൾ എടുത്ത് മാറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റി വെക്കുമ്പോൾ അതിന് വെയിറ്റ് ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും. പിന്നെ രണ്ട്, ഇത് അഴുകിയിട്ട് ഇതൊരു വളവും കൂടെയാണേ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കരിയില ഞാൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ചാക്കിനകത്ത് ഞാൻ പൊതയിട്ട് വെച്ചിരുന്നു കുറച്ച് കരിയില. കാരണം ഈ ചൂട് വന്ന സമയത്ത്, ഉണക്ക് സമയം വന്നപ്പോൾ വെള്ളം എത്ര നമ്മൾ ഒഴിച്ചു കൊടുത്താലും ചെടി വാടി പോകുമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു, കരിയില ആ ചെടിക്ക് പൊതയായിട്ട് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ പൊടിഞ്ഞ് കിടക്കുകയാണ് കുറച്ച്. അപ്പോൾ അതും ഞാൻ അതിൽ നിന്ന് നുള്ളി വാരിയിട്ട് ഈ ചട്ടിയിലേക്ക് നിറച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കണം. പോട്ടിംഗ് മിക്സ് എന്താണെന്ന് വെച്ചാൽ ചകിരിച്ചോറ്, മേൽമണ്ണ്, കമ്പോസ്റ്റ്, ഇത് മൂന്നുമാണ് ഏതൊരു ചെടിക്കും ബേസിക്കായിട്ട് വേണ്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ്. അപ്പോൾ ഇത് നല്ല പിന്നെ ഇതിനകത്ത് തന്നെ പിന്നെ കരിയിലയുടെ കമ്പോസ്റ്റും കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കമ്പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ മിക്സ് ചെയ്യാം. പിന്നെ ചകിരിച്ചോറ്, കുറച്ച് ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ചകിരിച്ചോറ് കുറച്ച് കൂടുതൽ മിക്സ് ചെയ്യും. കാരണം ഇപ്പോൾ ചൂട് സമയമാണല്ലോ. അപ്പം നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ചാലും വൈകിട്ട് വെള്ളം ഒഴിച്ചാലും ഒക്കെ ചെടിയുടെ ചൂട് കാരണം ചെടിയുടെ ചുവട് വറ്റിപ്പോവും. അപ്പം ഞാനത് എടുത്ത് പോട്ടി മിക്സൊക്കെ ഇട്ടു. പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം ഞാൻ ആ ചാക്കിൽ നിന്ന് ആ ചുവട് പിഴുതെടുക്കുമ്പോൾ അതിനകത്ത് നന്നായിട്ട് ഒരു കുഞ്ഞു പിന്നെ വിത്തുകൾ, കിഴങ്ങുകളുണ്ട് അതിന്. അപ്പോൾ ഇതിപ്പം മണ്ണ് വരാതെ തന്നെ കിഴങ്ങ് മാത്രം വന്നാൽ തന്നെയും ഇത് വാടിയൊന്നും പോകത്തില്ല. കാരണം ഇതിന് കിഴങ്ങുള്ളത് കൊണ്ട് ചെടി വാടി പോകില്ല വേറെ മാറ്റി നടുമ്പോഴും. ഇതെല്ലാം ഒരു കൊമ്പ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, കിഴങ്ങില്ലെന്നുണ്ടെങ്കിൽ വാടിപ്പോകും കേട്ടോ. അത് വാടിപ്പോയിട്ട് 2 ദിവസമൊക്കെ വാടി ഇങ്ങനെ നിന്നിട്ട് പിന്നെ 3-ാമത്തെ ദിവസം തൊട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ഉഷാറായിട്ട് വരുന്നത് ചെടികൾ. പിന്നെ ഇതിനെ സംബന്ധിച്ച് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം. പിന്നെ നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും വളം ഇട്ട് കൊടുക്കണം. വളം പച്ച ചാണകം വെള്ളം കലക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലറികൾ ഒഴിച്ചു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഇംഗ്ലീഷ് വളങ്ങൾ, പിന്നെ DAP മാതിരിയുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാം. 19 ഇട്ട് കൊടുക്കാം, ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ മാസത്തിൽ അല്ലെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും കുറേശ്ശെ മണ്ണ് ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പോഴേ നന്നായിട്ട് പൂക്കളുണ്ടാവുള്ളൂ. പിന്നെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് തന്നെ വെക്കണം. പിന്നെ ഡെയിലി നമ്മൾ 2 പ്രാവശ്യം നനച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം വെയിലത്താണല്ലോ ഇരിക്കുന്നത്. അപ്പം ഞാൻ അത് പിഴുതിട്ട് ചട്ടിയിലേക്ക് നട്ടു. ബാക്കി പിന്നെ പോട്ടി മിക്സും കൂടെ ഇട്ട് ഫില്ല് ചെയ്തു. എന്നിട്ട് ഞാൻ 2 ദിവസം അത് തണലത്ത് വെക്കും. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം പോട്ടി മിക്സൊക്കെ ഇട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 2 ദിവസം വലിയ ചൂട് തട്ടാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ഞാൻ വെക്കും.
വെച്ചതിന് ശേഷം പിന്നെ ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിനെ വെയിലത്തേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് പോട്ടി മിക്സിനകത്ത് തന്നെ കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു 10, 15, 20 ദിവസത്തേക്ക് നമുക്ക് വളമൊന്നും ഇട്ട് കൊടുക്കണ്ട. അത് കഴിഞ്ഞിട്ട് വളം ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് ചാണകപ്പൊടി ഇട്ട് കൊടുത്താലും നല്ലതാണ്. എൻ്റെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല, കമ്പോസ്റ്റ് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. ഈ ചെടിയുടെ ചോട്ടിൽ നിന്ന് തന്നെ ഈ കിഴങ്ങിൽ നിന്ന് തന്നെ വേറെ തൈകൾ ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ പൊട്ടി വരുമ്പോൾ നമ്മൾ ആരോഗ്യമുള്ള 2 തൈകൾ നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഒടിച്ച് മാറ്റി വേറെ നടുന്നതായിരിക്കും നല്ലത്. കാരണം ആരോഗ്യമുള്ള തണ്ടിനകത്ത് നന്നായിട്ട് വലിയ പൂക്കൾ ഉണ്ടാവുന്നത്. ഒടിച്ചു മാറ്റുന്ന ശിഖരങ്ങൾ നമ്മൾ വേറെ ചട്ടികളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തൈകളായിട്ട് നല്ല പുഷ്ടിയോട് തന്നെ അത് വളർന്നു വരും, അതിനകത്തും പൂ വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.